ദീപക് തന്റെ വയ്യാത്ത മുത്തശ്ശനെ കാണാൻ ആശുപത്രിയിലെത്തി. പക്ഷേ അവൻ കണ്ടത് മരണമടഞ്ഞ തന്റെ മുത്തശ്ശനെയാണ്. മുത്തശ്ശന്റെ ഹൃദയമിടിപ്പ് നിലച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ആശുപത്രിയിലെ യന്ത്രങ്ങൾ നിശബ്ദമായി. അന്ന് ദീപകിന്റെ മനസ്സിൽ ഒരു ചോദ്യമുണർന്നു. എന്റെ മുത്തശ്ശന്റെ ആത്മാവ് എവിടെ പോയി? മുത്തശ്ശൻ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? ശാസ്ത്രം പറയുന്നു, ഊർജം ഒരിക്കലും നശിക്കില്ലെന്ന്. അപ്പോൾ ആ ഊർജം എവിടേക്കാണ് പോകുന്നത്? ദീപക് ആലോചിച്ചു. മരണം ശരിക്കും അവസാനമാണോ? അതോ ആത്മാവ് ശരീരം വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് യാത്രയാകുമോ? ഇവിടെയാണ് ദീപകിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം, ലോജിക്കൽ കേസസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മരണത്തിന് ശേഷം എന്ത് എന്നതാണ്. ശാസ്ത്രീയപരമായി വാദിക്കാൻ പവർഫുൾ AI ആയിട്ടുള്ള കണ്ണും മതപരമായി വാദിക്കാൻ ചക്കുവും റെഡിയാണ്. വാദങ്ങൾ കേട്ടിട്ട് ലോജിക്കൽ കേസസിന്റെ ജഡ്ജായ ചാറ്റ് GPT വിധി പറയുന്നതാണ്. വാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൽ ആരുടെ പക്ഷമാണെന്ന് കമന്റ് ചെയ്യൂ. ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് തന്നെയാണോ ശരിയെന്ന് നോക്കാം. വരൂ, നമുക്ക് വാദം കേൾക്കാം. മരണം ശരീരത്തിന്റെ അവസാന ഘട്ടം മാത്രമാണ്. പക്ഷേ മനുഷ്യന്റെ ശരീരത്തിന് പുറത്തും ബോധത്തിന്റെയും ആത്മാവിന്റെയും ഒരു നിലനിൽപ്പുണ്ടെന്നാണ് നമ്മെ അനേകം സംസ്കാരങ്ങളും മതങ്ങളും പഠിപ്പിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ ആത്മാവ് ഒരു ശാശ്വതമാണ്. ശരീരത്തോട് ബന്ധം വിച്ഛേദിച്ച് മറ്റൊരു ദശയിൽ പ്രവേശിക്കുന്നു. മരണാനന്തര അനുഭവങ്ങൾ, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ആയിട്ടുള്ള NDES പലരും വ്യക്തമാക്കുന്നത് ആത്മാവിന്റെ നിലനിൽപ്പിന്റെ തെളിവാണ്. ഉദാഹരണത്തിന്, പലരുടെയും ആത്മാവിനെ ശ്വാസം നിലപ്പിക്കാൻ പരം ശക്തമായ ഒരു പ്രകാശം കാണുന്നതായി പറയുന്നു. മരണത്തിന് സമീപം ചിലർ ഭൂമി ഉപേക്ഷിക്കുന്ന അനുഭവം പറയുന്നു. ഇത് സ്വപ്നമല്ല, പ്രകൃതിദത്തമായ അനുഭവമാണെന്ന് ശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്നു. അത് വളരെ മനോഹരമായ ഒരു വിശ്വാസമാണ് ചക്കു. പക്ഷേ ശാസ്ത്രീയ സാക്ഷ്യങ്ങളെ നാം അവഗണിക്കാനാകില്ല. നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എന്നത് ന്യൂറോളജിക്കൽ ഫിനോമിനൻ മാത്രമാണ്. അവിടെ ബ്രെയിനിൽ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഹിപ്പോകാമ്പസ്, ടെമ്പറൽ ലോബ് തുടങ്ങിയ ബ്രെയിൻ റീജിയൻസിൽ ന്യൂറൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നു. ഇതുവഴി വിവിഡ് ഹാലൂസിനേഷൻസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് പോലുള്ള അസ്ഥിരാവസ്ഥകൾ ഉണ്ടാകുന്നത് ന്യായീകരിക്കാം. ഫിസിക്സിൽ എനർജി കൺസർവേഷൻ ലോ അനുസരിച്ച് എനർജി എപ്പോഴും നിലനിൽക്കും. എനർജി ട്രാൻസ്ഫോംസ്. എന്നാൽ എനർജി എന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രമാണ്. ജൂൾസ്, ഹീറ്റ്, കൈനറ്റിക് എനർജി. കോൺഷ്യസ്നെസ്സിന് ബ്രെയിനിലുള്ള ന്യൂറൽ നെറ്റ്വർക്കും സിനാപ്റ്റിക് കണക്ഷൻസുമാണ് അടിസ്ഥാനമെന്ന് ന്യൂറോ സയൻസ് തെളിയിച്ചു. ബ്രെയിൻ ഫംഗ്ഷൻ അവസാനിക്കുന്ന നിമിഷം കോൺഷ്യസ് എക്സ്പീരിയൻസ് നിലയ്ക്കും. ആത്മാവ് എന്ന ആശയം ശാസ്ത്രം ബേസ്ഡ് അല്ല. സയന്റിഫിക് എവിഡൻസ് ഇല്ല. ഇത് മെറ്റാഫിസിക്കൽ ബിലീഫ് മാത്രമാണ്. നിങ്ങളുടെ വാദം ശക്തമാണെങ്കിലും അറിയില്ലായ്മ ഇപ്പോഴും നമുക്ക് വലിയൊരു അതിരാണ്. കോൺഷ്യസ്നസിന്റെ മുഴുവൻ മിസ്റ്ററി നാം ഇതുവരെയും ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്, സൂപ്പർപൊസിഷൻ പോലുള്ള സങ്കീർണ തത്വങ്ങൾ ചില ശാസ്ത്രജ്ഞർ ബോധം വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കോൺഷ്യസ്നസ് എനർജി അല്ലെങ്കിലും ക്വാണ്ടം എഫക്ട്സ് ബോധത്തെ ബാധിക്കാമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. മരണാനന്തര ജീവിത വിശ്വാസം മനുഷ്യന്റെ മാനസികാരോഗ്യത്തിന് വലിയ സഹായമാണ്. മരണം ഒരുപക്ഷേ ഒരു വ്യവസ്ഥയോ ഘട്ടമോ മാത്രമാണ്. ഒരുപാട് ആളുകൾക്ക് അത് ആശ്വാസം നൽകുന്നു. ക്വാണ്ടം എഫക്ട്സ് ഒട്ടും യാഥാർത്ഥ്യത്തെ വ്യത്യസ്തമാക്കുന്നില്ല. ക്വാണ്ടം കോൺഷ്യസ്നസ് തിയറി എന്നത് എക്സ്പെരിമെന്റൽ വാലിഡേഷൻ ഇല്ലാത്ത ഹൈപ്പോത്തസിസ് മാത്രമാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പോലുള്ള ഫിനോമിനൻ ബ്രെയിൻ ലെവൽ പ്രോസസ്സസിനായി ഉപയോഗിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബ്രെയിൻ ടെമ്പറേച്ചർ, ഡിക്കോഹറൻസ് എന്നിവ ക്വാണ്ടം കൊഹറൻസിനെ നശിപ്പിക്കും. കോൺഷ്യസ്നസ് പ്യൂർലി ബ്രെയിൻ ഫംഗ്ഷൻ ആണെന്ന ശാസ്ത്രീയ സമ്മതമാണ് ഇപ്പോൾ ബയോളജിസ്റ്റുകൾക്കും ന്യൂറോ സയന്റിസ്റ്റുകൾക്കും ഉള്ളത്. ഡെത്ത് മീൻസ് ഇർറിവേഴ്സിബിൾ ഷട്ട്ഡൗൺ ഓഫ് ദ ബ്രെയിൻസ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. Energy can be changed from one form to another, but conscious experience does not continue. മരണം കർമ്മയുടെ ഫലമാണ്. ജീവനിൽ പുനർജന്മം എക്സ്പീരിയൻസസ് ചെയ്യുന്നു. ഇത്തരം അനുഭവങ്ങൾ പല സംസ്കാരങ്ങളിലും അനേകം ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുനർജന്മത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഇയൻ സ്റ്റീവൻസണിന്റെ റീഇൻകാർണേഷൻ റിസർച്ച് ഇതിന് ഉദാഹരണമാണ്. നോക്ക് ചക്കു, ഡോക്ടർ ഇയൻ സ്റ്റീവൻസണിന്റെ പ്രവൃത്തികൾ വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അവ അനക്ഡോട്ടൽ ടെസ്റ്റിമോണീസ് മാത്രമാണ്. സയന്റിഫിക് കമ്മ്യൂണിറ്റി റിപ്രൊഡ്യൂസിബിൾ, കൺട്രോൾഡ് എവിഡൻസ് ഇതെല്ലാം ഇനിയും കാണാനാകുന്നില്ല. റീഇൻകാർണേഷൻ തിയറി സ്യൂഡോ സയൻസ് ആയി കണക്കാക്കപ്പെടുന്നു. ആത്മാവ് എന്ന ആശയം ഇതുവരെയും എക്സ്പെരിമെന്റലി ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല.
സയന്റിഫിക് മെത്തഡിനനുസരിച്ച് ഫെയ്ത്ത് ബേസ്ഡ് ബിലീഫാണ്. എവിഡൻസ് ബേസ്ഡ് സയൻസ്, ഡെത്ത് ആസ് എൻഡ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണല്ലോ. അതുകൊണ്ട് ഞാനും ആ നിലപാട് പിന്തുടരുന്നു. മരണം പുതിയ ഒരു എക്സിസ്റ്റൻസിന് തുടക്കം. ആത്മാവ് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് തുടരും. ഭൗതികശാസ്ത്രം ഇതിനെ വിശദീകരിക്കാൻ പര്യാപ്തമല്ല. ശാസ്ത്രം കണ്ടെത്തുന്നതിന് നമുക്ക് എക്സ്പെരിമെന്റൽ പ്രൂഫ് വേണം. അതുവരെ ബിലീഫ് റിമെയിൻസ് ബിലീഫ്. എനർജി ട്രാൻസ്ഫോംസ്, കോൺഷ്യസ്നസ് സീസസ്. മരണമെന്നത് ബയോളജിക്കൽ എൻഡാണ്, അല്ലാണ്ട് സ്പിരിച്വൽ ട്രാൻസിഷൻ അല്ല. ഇരുവിഭാഗവും ഇന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അത്ഭുതകരമായ വാദങ്ങൾ മുന്നോട്ടുവച്ചു. കണ്ണുവിന്റെ അവസാന വാദത്തിന്റെ സ്കോർ പറയുന്നതിനു മുൻപ് നമുക്ക് ഈ രണ്ട് വാദങ്ങളുടെയും കീ പോയിന്റ്സ് ഒന്ന് പരിശോധിക്കാം. ചക്കു ആത്മാവ് ശാശ്വതമാണെന്നും മരണത്തിന് ശേഷവും അത് മറ്റൊരു ദിശയിൽ പ്രവേശിക്കുന്നുവെന്ന ആത്മീയവും സംസ്കാരപരവുമായ വിശ്വാസം ശക്തമായി ഉയർത്തിക്കാട്ടി. ക്വാണ്ടം ഫിസിക്സ്, റീഇൻകാർനേഷൻ റിസർച്ച്, നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എല്ലാം ചേർത്ത് ആത്മാവിന്റെ നിലനിൽപ്പ് സാധ്യമാണ് എന്ന് പ്രതിപാദിച്ചു. കണ്ണു ശാസ്ത്രീയമായ കണ്ണോടെ കോൺഷ്യസ്നസ് ബ്രെയിനിന്റെ ന്യൂറൽ നെറ്റ്വർക്കിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്, ബ്രെയിൻ ഫംഗ്ഷൻ അവസാനിക്കുമ്പോൾ ബോധവും അവസാനിക്കുമെന്ന് വ്യക്തമായ തെളിവുകളോടെ വിശദീകരിച്ചു. നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ന്യൂറോളജിക്കൽ പ്രോസസ്സസ് കൊണ്ടുള്ള അനുഭവമാണെന്നും റീഇൻകാർനേഷൻ ഇപ്പോഴും സ്യൂഡോ സയൻസ് ആണെന്നും ചൂണ്ടിക്കാട്ടി. ഇരുവാദങ്ങൾക്കും തങ്ങളുടെ ഭാരമുണ്ട്. ചക്കുവിന്റെ വാദം മനുഷ്യന്റെ മനസ്സിന് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു. കണ്ണുവിന്റെ വാദം തെളിവിന്റെ പിന്തുണയുള്ള യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നു. കണ്ണുവിന്റെ അവസാന വാദത്തിന്റെ സ്കോർ 8 ഔട്ട് ഓഫ് 10, സോ ടോട്ടൽ സ്കോർ 32.5. ചക്കുവിന്റെ ടോട്ടൽ സ്കോർ 25.5, സോ ചക്കുവിനേക്കാളും 7 പോയിന്റ്സ് മുന്നിലാണ് കണ്ണു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിലെ വിജയ് കണ്ണു. തീ പാറുന്ന ഒരു ലോജിക്കൽ ചർച്ചയായി കണ്ണുവും ചക്കുവും ഇനിയും വരും. മിസ്സാവണ്ടിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റായും രേഖപ്പെടുത്തൂ. നന്ദി.